പീരുമേട് മണ്ഡലം വാഴൂർ സോമൻ MLA ഇപ്പൊ നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം പീരുമേട് MLA ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നോക്കാം. വാഴൂർ സോമൻ എത്ര മാർക്ക്? 50.39. കഴിഞ്ഞ പ്രാവശ്യം വളരെ തിൻ മാർജിനിൽ ജയിച്ച മണ്ഡലമാണ് വാഴൂർ സോമൻ ജയിച്ച മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല, കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകൾ വിജിമോൾ ജയിക്കുമ്പോഴൊക്കെയും വളരെ ടൈറ്റ് ആയിട്ടുള്ള ചെറിയ മാർജിനിൽ UDF പരമ്പരാഗത ശക്തിയുള്ള മണ്ഡലം കൂടിയാണ് പീരുമേട്. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായിട്ടാണ് പീരുമേടും ഉടുമ്പൻചോലയും ദേവികുളവും എല്ലാം LDF വരുന്നത്. അതെ അതെ. അപ്പോ UDF ഒരു പഴയ കോട്ട എന്ന് നമുക്ക് പീരുമേടിനെ പറയാം. വാഴൂർ സോമന്റെ സ്കോർ എന്ന് പറയുന്നത് 50.39 അദ്ദേഹം നമുക്ക് ജസ്റ്റ് പാസിന്റെ പട്ടികയിലെ പെടുത്താൻ കഴിയുള്ളൂ. ഇനി നമുക്ക് അറിയേണ്ടത് ഏറ്റവും ക്രൂഷ്യലായ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോ ആരാണ് പീരുമേട്ടിൽ മുന്നിലെന്നാണ്. ഹൈറേഞ്ചിന്റെ മനസ്സ് ആർക്കൊപ്പമാണ്? എന്താണ് പീരുമേട് ചിന്തിക്കുന്നത്? പീരുമേടിന്റെ സ്കോർ വരൂ സ്ക്രീനിൽ. UDF 48.47, 42.20 ഉള്ളൂ LDF, 9.33 NDA, 6% ലീഡാണ്. 6.27%. അതായത് LDF മറ്റൊരു സിറ്റിംഗ് സീറ്റിൽ കൂടി അപായമണി മുഴങ്ങുകയാണ്. പ്രകാരം ഈ സീറ്റ് UDF തിരിച്ചു പിടിക്കും. UDF വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF വലിയ സാധ്യത കാണുന്നുണ്ട്. പീരുമേട് UDF പിടിച്ചെടുക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാകും പീരുമേട് എന്നാണ് കോറിന്റെ അഭിപ്രായ സർവേ. ഈ മണ്ഡലത്തിൽ രണ്ട് മുന്നണികളും ആരാണ് മത്സരിക്കുന്ന ധാരണ ജനങ്ങൾക്കില്ല. ചില മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA മത്സരിക്കുമ്പോൾ എഡ്ജ് പത്തനാപുരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ക്ലിയർ ആയി. ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ സിറ്റിംഗ് MLA മത്സരിച്ചേക്കാമെന്ന് ഒരു മുന്നണിക്ക് മുൻതൂക്കം കിട്ടും. ഇവിടെ UDF സംബന്ധിച്ചും LDF സംബന്ധിച്ചും ആരായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നത് ജനങ്ങൾക്കിടയിൽ ഒരു ധാരണ, ഒരു കൃത്യമായ പിക്ചർ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് പൊളിറ്റിക്കലി ആളുകൾ പറഞ്ഞതാ ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് കാണാനാണ് നിങ്ങൾ ഈ മണ്ഡലത്തിൽ ആഗ്രഹിക്കുന്നുള്ളത്. കാൻഡിഡേറ്റ്സ് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മാറാം. ഉറപ്പായിട്ടും മാറാം.